നിങ്ങളൊരു BJP പ്രവർത്തകനാണെങ്കിൽ, BJP അനുഭാവിയാണെങ്കിൽ ഇന്നത്തെ പരിപാടി അങ്ങേയറ്റം ഗൂസ് ബംസ് ഉണ്ടാകുന്ന പരിപാടിയായിരുന്നു, വലിയ ആവേശം ഉണ്ടാകുന്ന പരിപാടിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെയോ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭാവി, വിദൂര അനുഭാവിയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹം വരും. ഈ പരിപാടി എന്ത് ഗംഭീരമായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നും. വലിയ ആവേശം ഉണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല പെർഫോമൻസ് നടത്താനായിട്ട് എന്ത് രാത്രിയും പകലുമില്ലാതെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം BJP പ്രവർത്തകർക്ക് കിട്ടുന്നൊരു പരിപാടിയായി, ഒരു ഷോ ആയി ഹർഷം പറഞ്ഞതുപോലെ ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരിക്കുന്നു എന്ന് അദ്ദേഹം ഇന്ന് ഒന്നുകൂടെ തെളിയിച്ചു കൊടുത്തു. വളരെ ഗംഭീരമായിരുന്നു പെർഫോമൻസ്. ഈ പ്ലക്കാർഡ് പിടിച്ചിരുന്ന കുട്ടിയെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിനിടയിൽ അതൊന്നും എഴുത്തിലില്ലാത്ത കാര്യങ്ങൾ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പിന്നെ VV രാജേഷിനെ കെട്ടിപ്പിടിച്ചിട്ട്, അതായത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ നഗരസഭാ ഭരണം, കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത കോർപ്പറേഷൻ മേയറെ അദ്ദേഹം കാല് തൊട്ട് തൊഴാൻ വേണ്ടി പോയപ്പോൾ മേരാ പുരാന ദോസ്ത് എന്നോ മറ്റോ ആണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പഴയ കാലത്തുള്ള സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച്, സാത്തി അങ്ങനെന്തോ, അപ്പോൾ വിശേഷിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കാല് തൊഴാൻ വേണ്ടി പോയ VV രാജേഷിനെ അതിന് സമ്മതിക്കാതെ പിടിച്ചുയർത്തിയിട്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു, പൂണ്ടടക്കം പിടിച്ച് കെട്ടിപ്പിടിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ വളരെ ഊഷ്മളമായിട്ടൊരു കാഴ്ച ആ സ്ഥലത്ത് നിന്നുണ്ടായി. ആശാനാഥിനെ വലിയ സ്നേഹത്തോടുകൂടി ആശീർവദിക്കുകയും കാല് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പോൾ തിരിച്ച് അവരുടെ കാല് സ്പർശിക്കുകയും ചെയ്യുകയും, പൊതുവിൽ അത് വളരെ കൊള്ളാം, നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവമായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ ശ്രീലേഖ അവിടെ മാറിയുന്നു, പിന്നെ കെ സുരേന്ദ്രന് കൈ കൊടുത്തില്ലോ, അങ്ങനെ ചിലതൊക്കെ നമുക്ക് തോന്നി, കാണുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ അതൊക്കെ അത് സൂക്ഷ്മാംശങ്ങൾ മാത്രമാണ്. ഇതൊരു വലിയ ഒരു സംഭവം എന്ന നിലക്ക് വളരെ ഗംഭീരമായിട്ട് ആവേശം ഉണ്ടാകുന്നൊരു പരിപാടിയായി മാറിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ നേരത്തെ നടത്തേണ്ടതില്ല എന്നവർ തീരുമാനിച്ചതായിക്കൂടെ എന്നെനിക്ക് തോന്നി. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 1-2 തവണ കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരില്ല എന്ന് ആര് കണ്ടു? പ്രഖ്യാപനങ്ങൾ നടത്താവുന്ന കാലത്ത് തന്നെ ഒന്നുകൂടെ വന്നിട്ട് അവസാന ഭാഗത്തേക്ക് വല്ല പ്രഖ്യാപനം നടത്തിയാൽ പോരെ എന്നവർ ചിന്തിക്കുന്നുണ്ടാകുമോ എന്നെനിക്ക് തോന്നി.